നമസ്കാരം, എല്ലാ കുട്ടികളും ഗിരീഷ് സാറാണ്. കോൺവെക്സ് ലെൻസ് ഇത് പറയുമ്പോഴേ പല കുട്ടികൾക്കും കഴിയോ ലെൻസും മിററും. ലെൻസ് ചെയ്തതിനു ശേഷം നമ്മൾ ഓക്കെയാണ്, പക്ഷെ മിറർ ചെയ്തപ്പോൾ അതൊക്കെ എന്നിട്ട് ലെൻസ് മറന്നു. അന്നേരം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് മറന്നു പോകും. അന്നേരം ലെൻസ് മറക്കാതിരിക്കാൻ ഒരു എളുപ്പമാർഗ്ഗമാണ് പറയുന്നത്. ലെൻസ് കോൺവെക്സ് ലെൻസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ലെൻസിന്റെ പൊസിഷൻ വെക്കുന്നതാണ് എല്ലാവർക്കും തെറ്റുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒബ്ജക്റ്റ്. ഇപ്പം നിങ്ങൾ സ്കൂളിൽ മെഴുകുതിരി വെക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ വയർ ഗോസ് വെക്കുന്നവരുണ്ട്, അതാണ് ഒബ്ജക്റ്റ്. പിന്നെ നടുക്ക് ലെൻസ്, അത് കഴിഞ്ഞ് സ്ക്രീൻ. ഇത് നിങ്ങളുടെ മനസ്സിൽ വേണം. ആദ്യം ഒബ്ജക്റ്റ്, നടുക്ക് ലെൻസ്, അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം സ്ക്രീൻ. എപ്പോഴും ഓർക്കണം, ഒബ്ജക്റ്റ് മുതൽ ലെൻസ് വരെയുള്ള ദൂരം യു ആണ്. ഒബ്ജക്റ്റ് മുതൽ ലെൻസ് വരെയുള്ള ദൂരം മാത്രം. ലെൻസ് മുതൽ സ്ക്രീൻ വരെയുള്ള ദൂരം വി. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യുവും ഇമേജ് ഡിസ്റ്റൻസ് വി. ഇത് തന്നെ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഒരു രീതിയിൽ നമുക്ക് തെറ്റത്തില്ല. പിന്നെ യു വി ഗ്രാഫും 1/u 1/v ഗ്രാഫും നമുക്ക് കോൺവെക്സ് ലെൻസിലുണ്ട്. നല്ലപോലെ പഠിക്കണം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ പ്രാക്ടിക്കൽസിൻ്റെ ഇട്ടുണ്ട്. ഗ്രാഫൊക്കെ വൃത്തിയായിട്ട് വരച്ച് പഠിപ്പിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് വരച്ച് നോക്കി പഠിച്ചാൽ തെറ്റത്തേയില്ല. പവർ ഓഫ് എ ലെൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പവർ ഓഫ് എ ലെൻസ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ആണ്. ഇതിനൊക്കെ മുമ്പേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചെയ്യുന്നതിന് മുമ്പേ, ലെൻസിന്റെ എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് മുമ്പേ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് മെത്തേഡ്. പുറത്തുള്ള ഇമേജ് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ട് അതിന്റെ ഒരു ഫോക്കൽ ലെങ്ത് കിട്ടും. അതിനെ ആ ഫോക്കൽ ലെങ്തിനെ പറയുന്ന പേരെന്താണ്? റഫ് ഫോക്കൽ ലെങ്ത് എന്നാണ്. ആ ഫോക്കൽ ലെങ്ത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ അതുപോലെ കിട്ടണം നിങ്ങൾക്ക് ഗ്രാഫിലും നിങ്ങൾ ചെയ്യുന്ന ഒബ്സർവേഷൻ കുളത്തിലെല്ലാം 10 സെന്റിമീറ്ററിനടുത്ത് കിട്ടിയാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാം ശരിയാണെന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പിക്കാം. അന്നേരം ഇനി നിങ്ങൾ തെറ്റിക്കാതെ കോൺവെക്സ് ലെൻസ് ചെയ്യുമെന്ന് ഉറപ്പോടുകൂടി മാഷ് നിർത്തുന്നു. സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പ്രാക്ടിക്കൽസ് കാണുക. ഗ്രാഫൊക്കെ വരയ്ക്കുന്നതൊക്കെ അടിപൊളിയായിട്ട് കണ്ടുപിടിക്കുക. അന്നേരം നല്ല മാർക്ക് കിട്ടട്ടെ. നെവർ ഗിവ് അപ്പ്.